നമസ്കാരം. സംസ്ഥാനത്ത് 2025 മാർച്ച് മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ വീതം ഇപ്പോൾ സംസ്ഥാന സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തു വരികയാണ്. എല്ലാ മാസവും അക്കൗണ്ടുകൾ വഴി, അതായത് 17 ലക്ഷത്തോളം ആളുകൾക്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കാത്ത ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ മുഖാന്തരം വീടുകളിലേക്ക് എത്തിയുള്ള വിതരണവും നടത്തിവരുന്നു. ആകെ 62 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ ലിസ്റ്റിലുള്ളത്. കൂടാതെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചു നൽകുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 3 മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2025 അവസാനത്തോടെ എല്ലാ പെൻഷൻ കുടിശ്ശികകളും, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഗഡു പെൻഷൻ കൊടുക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇത്തരത്തിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകി വരുന്നത്, അതായത് പെൻഷൻ തുക നൽകി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറേ നാളുകളായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് കേന്ദ്ര വിഹിതം. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഗഡു പെൻഷൻ ഇപ്പോൾ മാർച്ച് മാസം, അതായത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി, അതായത് മാർച്ച് മാസം അവസാനത്തോടു കൂടി കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗഡു പെൻഷൻ കൂടി അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ മാസം ലഭിക്കുമ്പോൾ 1600-നോടൊപ്പം 200 രൂപ കൂടുതൽ 1800 രൂപ വരെ മിനിമം അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഇത്തരത്തിൽ 500 രൂപ പെൻഷൻ്റെ സഹായം ലഭിക്കുന്ന ആളുകൾക്ക് 1600ൻ്റെ കൂടെ ആ ഒരു 500 രൂപ കൂടി കൂട്ടിച്ചേർത്ത് 2100 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ കേന്ദ്ര സഹായം ലഭിക്കുവാനുണ്ടെങ്കിൽ അവർ കൃത്യമായും അക്കൗണ്ടുകൾ ഓപ്പണാക്കി അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ആ ഒരു അക്കൗണ്ട് നമ്പർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മളുടെ പെൻഷൻ തന്നിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ കേന്ദ്ര സഹായം ലഭിക്കുകയുള്ളൂ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം പെൻഷൻ വിതരണ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്